പ്രിയപ്പെട്ട ഉമ്മ ശ്രദ്ധിച്ചു കേട്ടോ. ശംസുലമയെ പാതിരി വെല്ലുവിളിക്കുകയാണ്. നിങ്ങളല്ലേ പറയാറ് ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനീ ഇസ്രായീൽ, എന്റെ സമൂഹത്തിലുള്ള പണ്ഡിതന്മാർ അതാ ബനൂ ഇസ്രായേലിലുള്ള അമ്പിയാക്കളെ പോലെയാണെന്ന് ശംസുലമ പറഞ്ഞു. അതേ നിങ്ങൾ പറയാറുണ്ട്, എന്നിട്ട് എന്താ വേണ്ടത്? ഇദ്ദേഹം ചോദിച്ചു, എന്നാ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രവാചകനല്ലേ ഈസാ നബി? ശംസുലമ പറഞ്ഞു, അതെ, എന്താ വേണ്ടത്? ഈസാ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ ഭാഷയിൽ യേശുക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്നത് നിങ്ങളുടെ ഖുർആനിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. ശംസുലമ പറഞ്ഞു, അതെ, തർക്കമില്ലല്ലോ, എന്താ വേണ്ടത്? ഇദ്ദേഹം അതാ ചോദിക്കുന്നു, ആ ഈസാ നബിയാകുന്ന പ്രവാചകന്റെ അനന്തരാവകാശിയായ പണ്ഡിതനാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു മനുഷ്യ ശരീരത്തെ അതാ മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ശംസുലമയെ വരട്ടാൻ, ഉത്തരം മുട്ടിക്കാൻ, പരിഹസിക്കാൻ, പരാജയപ്പെടുത്താൻ വായ സാമർഥ്യവുമായി രംഗത്ത് വന്ന പാതിരിയുടെ ചോദ്യത്തിനു മുമ്പിൽ ഒരൽപ്പം ശംസുലമ അങ്ങ് തലതാഴ്ത്തുകയാണ്. എന്നിട്ട് ധൈര്യത്തോടെ, നെഞ്ചുറപ്പോടെ, ചങ്കുറപ്പോടെ പറയുന്നു, ധൈര്യമുണ്ടെങ്കിൽ ഒരു ജഡത്തെ കൊണ്ടുവാ, ഒരു മയ്യത്തിനെ കൊണ്ടുവാ, ഞാൻ ജീവിപ്പിച്ചു തരാ. ധൈര്യണ്ടോ? മയ്യത്തിനെ കൊണ്ടുവാ, ജീവിപ്പിച്ചു തരാ. സദസ് മൊത്തം ഞെട്ടുകയാണ്. ഹലോ, ഒരു ജഡം കൊണ്ടുവന്ന് വിട്ടാ ഷെയ്ഖുനെ എന്താ കാട്ടുന്ന അപ്പൊ ആളുകളെ? കാരണം എന്തെങ്കിലും കാണിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും അത്. എന്തായിരിക്കും ഇപ്പൊ ഉണ്ടാവുക എന്ന ഭീതിയിൽ എല്ലാവരും തരിച്ചിങ്ങനെ നിൽക്കുമ്പോ പാതിരിക്ക് എവിടുന്ന പെട്ടെന്ന് മയ്യത്തിനെ കിട്ടുന്നു. മൂപ്പരെ മയ്യത്താക്കിയിട്ട് വേറെയുള്ളവരെ കൂടി കൊണ്ടുകൊണ്ടു വരുന്നത്. എന്താ ചെയ്യാൻ നിങ്ങൾക്ക് നിൽക്കുക? ശംസുൽ പറഞ്ഞു, മയ്യത്ത് കൊണ്ടുപോവാ, ഞാൻ ജീവിപ്പിച്ചുതരാം. അത് ഈ സമൂഹത്തിനുള്ള ഒരു പാഠമാണ്. മയ്യത്ത് കൊണ്ടുപോവാ, ഞാൻ ജീവിപ്പിച്ചുതരാം. അയാളെ കൊണ്ടുവന്ന് നിർത്തിയില്ല. സാഹസമൊസം സന്തോഷത്തോടെ ആവേശം കൊണ്ട് തക്ബീർ ചൊല്ലി പിരിഞ്ഞു. അവസാനം ശംസുലമയുടെ അടുത്ത് ഒന്ന് രണ്ടാളുകൾ ചോദിച്ചു, അല്ല ഷെയ്ഖുന, ആ പാതിരി പറഞ്ഞത് ശരിയാണ്, ഒരാളാണ്ട് തച്ച് വന്നിട്ടെങ്കിലും ഒരു മയ്യത്ത് സംഘടിപ്പിച്ച എന്താ ഷെയ്ഖുന ചെയ്യുക? ആ പാതിരി ഒരു മയ്യത്ത് എങ്ങനെ കൊണ്ടുവന്നാൽ എന്താ ചെയ്യാ? ശംസുലം പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞതല്ലത്, അത് എന്നോട് മുസ്തഫ നബി പറഞ്ഞതാണ്, പറഞ്ഞോളി ഞങ്ങളൊപ്പുണ്ട് എന്ന്. അത് ഞാൻ പറഞ്ഞതല്ല, അത് എന്നോട് മുസ്തഫായ നബി പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞോ മോനെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് എന്റെ കൂടെ മുസ്തഫായ നബി ഉണ്ട് എന്ന വിശ്വാസത്തില് തങ്ങളുപ്പാപ്പ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പൊന്നെ എന്ന് ശംസുലമ പറഞ്ഞുവെങ്കിലോ ചൊല്ലിക്കോ, വലിയുല്ലാഹി ആരിഫുല്ലാഹി ശൈഖുനാ ശംസുൽ ഉലമാ.